രഘുറാം എന്ന് പറയുന്ന ഒരു നാറ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സതീഷ് മാധവ് എന്ന് പറയുന്ന മനുഷ്യൻ വാൽപ്പാറയിൽ അപകടം നടന്ന് 1 മണിക്കൂറിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു. വാൽപ്പാറയിൽ മിനി വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 8 പേർ മരണപ്പെട്ടു. 2 പേരുടെ നില അതീവ ഗുരുതരം. സഞ്ചരിച്ചത് മലപ്പുറത്ത് നിന്നുമുള്ള 16 പേരെന്നാണ് സൂചന. അപ്പോൾ സൂചന മാത്രമായിരുന്നു നമ്മുടെ മുമ്പില്. അതിന് താഴത്ത് എഴുതി വെച്ചിരിക്കുന്നത് രഘുറാം എന്ന് പറയുന്ന ഒരു നാറിയുടെ കമന്റ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ, ഞാൻ ഇതിൽ രാഷ്ട്രീയം പറയും. രഘുറാം എഴുതി വെച്ചിരിക്കുന്നു, ഹൂറിമാരെയും മദ്യപ്പുയയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഹിക്കാക്കമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? കഴിഞ്ഞിട്ടൊരു ചിരി, പൊട്ടിച്ചിരിയുടെ സ്മൈല്. ഹൂറിമാരെയും മദ്യപ്പുയയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഹിക്കാക്കമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? ഒരു ചിരി. മുറി അണ്ടിപ്പുറം. എന്താ മുറി അണ്ടിപ്പുറം? ഇവൻ എഴുതി വെച്ചതാ. മലപ്പുറത്ത് ഇവൻ പറഞ്ഞത് മുറി അണ്ടിപ്പുറം. മുറി അണ്ടിപ്പുറം ആയതുകൊണ്ട് ചോദിച്ചതാ. മിനി താലിബാനിപുറം. ഇവന് മലപ്പുറം എന്ന് പറയാൻ വയ്യത്രേ. ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് മിനി താലിബാനിപുറം എന്നാണ്. നിങ്ങളിപ്പോ വിചാരിക്കണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് നമ്മളെ മുഴുവൻ, കേരളക്കരയെ മുഴുവൻ വേദനയിൽ ആഴ്ത്തിപ്പോയ ഒരു ഭീകരമായ അപകടം ഉണ്ടായത് വാൽപ്പറയില്. നമ്മുടെ മലപ്പുറത്ത് നിന്ന് വെക്കേഷൻ ആഘോഷിക്കാൻ പോയ 16 പേരടങ്ങുന്ന അധ്യാപികമാർ, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ, അവര് ഈ വെക്കേഷൻ, ഈ ചൂടുകാലം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി വാൽപ്പാറയ്ക്ക് പോയതാണ്. അവിടെയുള്ള ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അവർ തിരികെ വരിക, ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും മറ്റൊക്കെ ഉണ്ട്. ആ ട്രിപ്പ് കഴിഞ്ഞ് തിരികെ അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് 11-13 ഒരു വളയിൽ വെച്ചിട്ട് ഇവരുടെ വാന് കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുന്നത്. ഈ കൊക്കയിലേക്ക് മറിഞ്ഞു വീണ സമയത്ത് തന്നെ നമ്മുടെ നാട്ടുകാരൻ, ഈ മലപ്പുറംകാരൻ തന്നെ പറയാൻ കഴിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഈ നിങ്ങള് കാണുന്നത് എന്താണ് അപ്പൊ സംഭവിച്ചത്? നമ്മളത് കാണുന്നത് ഇവരെ 16-ാം വളവെന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോ അന്നേരം ഇവര് നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പൊ നമ്മളവിടെ സെൽഫി എടുക്കരുത്, ഓല അവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. ഓരോ കയ്യില് ചെമ്പ് പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. നോക്കൂ, ഈ മനുഷ്യൻ ഇത് പറയുമ്പോൾ കരയാണ്. കാരണം ഇദ്ദേഹം ഈ ഒരു ഡയലോഗ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് കേട്ടു നോക്ക്. പലവരടുത്ത് ആ വീഡിയോ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു സംഗതി അവിടെ ഉണ്ട്. കാരണം ഇതൊരു സംഭവിക്കുമ്പോ ഉണ്ട് ചില ആള് വീഡിയോ എടുക്കല്. അതിലൊരു ഭയങ്കര ആ സമയത്ത് തന്നെ ചില ആളുകളൊക്കെ മരിച്ചിരുന്നു അല്ലെ? അത് ഞാൻ പറയാതിരിക്കലെന്ന്. എങ്ങനെയാണ് അവര് വെക്കുന്നത് ഇപ്പൊ എനിക്ക് മീഡിയാസിനോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ പറയില്ല. അത് നമ്മളും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ തന്റെ ഈ ഒരു വർത്തമാനം അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ 2 മനുഷ്യനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവെത്തിക്കുന്നത്. ഞാൻ ഇതിന്റെ കമന്റ് നോക്കി, ആരാണ് ഈ മനുഷ്യൻ? എന്തൊരു നല്ല മനുഷ്യൻ. ഒന്നുകൂടി പറയട്ടെ, ആ മരണപ്പെട്ടു പോയവരിൽ എൻ്റെ ഒരു ജൂനിയർ ആയിട്ട് പഠിച്ച പെൺകുട്ടി കൂടി ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ ഡിഗ്രി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ജൂനിയറായി പഠിച്ച ഒരു പെൺകുട്ടി കൂടി. എനിക്ക് ആ പെൺകുട്ടി വലിയ ഓർമ്മയൊന്നുമില്ല, മകമൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ജൂനിയർ അതിലുണ്ട്. ഇന്നതാണ് പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. ഞാൻ എന്തായാലും ഇതിനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് എടുക്കും. അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുക്കണം, ശുദ്ധനാണ്, പ്രശ്നമാവും. അദ്ദേഹം ഒരു മഹാശുദ്ധ മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ്. ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയുക തന്നെ വേണം. അപ്പോഴാണ് അതിന്റെ താഴത്ത് എഴുതിയിരിക്കുന്നത് ചാലിയം സ്വദേശി ഹാരിസ്. അതിന്റെ താഴത്ത് റഫീഖ് കൂട്ടത്തിൽ വീണ്ടും ഒന്നുകൂടി എഴുതി ചാലിയം ലോക്കൽ സെക്രട്ടറി ഹാരിസ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചാലിയം ലോക്കൽ സെക്രട്ടറി ഹാരിസ്. ഇതിനെ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു. ഒരുപക്ഷെ ഇതിന് ചാലിയം സ്വദേശി ഹാരിസ് ആണ്. ഇത് ചാലിയം CPM-ന്റെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഹാരിസ് ആണ്. ഒരു മനുഷ്യനാണ്. അയാളാണ് ഇരുന്ന് കരയുന്നത്. അയാളുടേതല്ലാത്ത, അയാളുടെ ബന്ധുക്കളല്ലാത്ത
ഏതോ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, അയാൾക്ക് അറിയുക പോലുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കരയുന്നത് ഒരു മനുഷ്യനാണ്. നമ്മൾ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഫോട്ടോയും മറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രഘുരാമൻ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ മനസ്സിലാക്കേണ്ടത്. ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടേതല്ലാത്ത ആളുകൾ മരണപ്പെടുമ്പോൾ അയാൾ അങ്ങനെ ഇരുന്ന് കരയുന്നുണ്ടെങ്കിൽ, ആളുകൾ വീഡിയോ എടുക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യരുത്, എന്തൊരു സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ കരയുമ്പോൾ രഘുരാമൻ എഴുതി വെച്ചിരിക്കുന്നത് ഹൂറിമാരെയും മദ്യപ്പുകയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഹിക്കാക്കമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞ് ചിരിയും മുറി അണ്ടിപ്പുറവും ആയതുകൊണ്ട് ചോദിച്ചതാ മിനി താലിവാനിപ്പുറം എന്ന് പറഞ്ഞിട്ട് താഴത്ത് ചിരിക്കുകയാണ്. വേറൊരു മനുഷ്യൻ ഒരു കമന്റ് എഴുതി വെച്ചിട്ടുണ്ട്, വാൽപ്പാറയിൽ മരിച്ചവർ ആശയുമുണ്ട് അജിതയുമുണ്ട് മൈരേ. സോറി, ഇങ്ങനെ പറയാൻ പാടില്ല, തന്നെ പറഞ്ഞു പോയതാണ്. അങ്ങനെ വിളിക്കാൻ തോന്നും. വാൽപ്പാറയിൽ മരിച്ചവർ ആശയുമുണ്ട് അജിതയുമുണ്ട് മൈരേ. അവരുടെ ഒന്നും മതം ആരും തിരഞ്ഞിട്ടില്ല. നിന്നെ തള്ള പ്രസവിക്കുന്നതിന് പകരം തൂറി വിട്ടത് കൊണ്ടാണ് നിനക്ക് ബാക്കിയുള്ളവരുടെ മതം തിരയേണ്ടി വന്നത് ചേന പുങ്ക എന്നാണ് ഹാഫിസ് കല്ലിടുമ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവന്റെ ഫോട്ടോയും ഷെയർ ചെയ്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഈ നായിക്കെതിരെ തെറി വിളിക്കാൻ തോന്നുന്നു. നമ്മൾ ആരും അതിൽ മതം തെരഞ്ഞിട്ടില്ല. മലപ്പുറത്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാണോ മരിച്ചത്, ഹിന്ദുക്കൾ മാത്രമാണോ മരിച്ചത് ആരും തിരയാതിരിക്കുമ്പോൾ ഇവൻ തിരയുന്നു. ഇനി ഒന്നുകൂടി പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയാണ് ഇവൻ. സന്ദർഭവശാൽ അങ്ങനെ കൂടി എനിക്ക് പറയേണ്ടി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയാണ് ഇവൻ. ഭാവിയിലെ കട്ട സംഖ്യയാണ് ഇവൻ. കാരണം ഇപ്പോഴേ മരണപ്പെട്ടു പോയവരുടെ ജാതിയും മതവും തിരയുന്നതിൽ അത്രയേറെ വ്യഗ്രത കാണിക്കുന്നുണ്ട് ഇവൻ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവൻ അതിഭീകര സംഖ്യയായി മാറാനുള്ളവനാണ്. ഇത്തരം ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത്. നമ്മുടെ ഇതിലും മരണത്തില് മതം തെരഞ്ഞവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു അപകടം, എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിക്കുക. നമ്മുടെയൊക്കെ എന്തൊരു ഭീകരാവസ്ഥയാണ്. ഒരു ആളുകൾ മരണപ്പെടുമ്പോൾ അതിലിങ്ങനെ സന്തോഷിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിനി വേറെ പേരൊന്നും എനിക്ക് അതിനെ പറയാൻ അറിയില്ല. അതെന്ത് അവസ്ഥയെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഓല സംഭവിച്ച സമയത്ത് ഭയങ്കര ശബ്ദം, ഒരു കരച്ചില് ശബ്ദം കേട്ടെ. പിന്നെ ഒരു മലയാളികൾ കുറെ ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ടായി. കൊടുങ്കാടാണ്, ഈ നാട്ടുകാരായ ആരുമില്ല, ഈ യാത്രക്കാരായ ആളുകൾ മാത്രമാണ് അവിടെ. ഈ 42 വളവാണ് അവിടെ. ഈ 42 വളവില് ഈ 23 കഴിഞ്ഞാല് 23 കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെയുള്ള 7 വളവ് ഭയങ്കര ഹൈ ഡേഞ്ചർ വളവാ. കാരണം ഞാൻ തന്നെ അവിടെ 18ാമത്തെ വളവെന്ന് കഴിച്ചിലായി. കാരണം ഞാൻ ഇറങ്ങി വരുമ്പോ ഒരു ലോറി കയറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പുറത്ത് കൂടാണ് എടുക്കേണ്ടത്. എന്നിട്ടും ഞാൻ എന്റെ റോങ് സൈഡ് എടുത്ത്. കാരണം എന്താ, എനിക്കല്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ ആ വണ്ടി ഡ്രൈവറാണ്. കാരണം അത്രയും ഡേഞ്ചർ സ്ഥലമാണ്. ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് വലിയ വണ്ടിനൊന്നും എന്ത് ചെയ്യരുത്, ആ റൂട്ടിലൂടെ കടത്തി വിടരുത്. ഞാനിപ്പോ ഇരിക്കണതില്ലേ ഇത്ര ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. ട്രാവലറിന്റെ ടയറിന്റെ വലിപ്പം കൂടി ഉണ്ടാവില്ല. ഇല്ല, ഇത്ര ഉണ്ടാവൂല ഇവിടെ. ജിയോ ഇതാണ് ഹാരിസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സങ്കടത്തോടെ കണ്ണുനീര് വന്നുകൊണ്ട് അയാളുടെ മുഖത്ത് വേറെ ഒന്നും ഒരു ഭാവവുമില്ല സുഹൃത്തുക്കൾ. ആകെ തകർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മരണം നേരിട്ട് കണ്ടതിന്റെ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആ പാവം മനുഷ്യന്റെ മനസ്സിൽ നിന്ന്. എനിക്കൊക്കെ തോന്നുന്നു, ഇതിന്റെ താഴത്തുള്ള കമന്റുകളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ, ഹൃദയമുള്ളൊരു മനുഷ്യനായതിനാൽ അയാൾ കരയുന്നു, സന്തോഷം സങ്കടത്തിന് വഴി മാറാൻ അധികം സമയമൊന്നും വേണ്ട, ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നതെന്ന് രശ്മി ആർ ദിവാകർ എഴുതി വച്ചിരിക്കുന്നു.
നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹൃദയമുള്ളൊരു മനുഷ്യനായതിനാൽ അയാൾ അതാ ഇരുന്ന് കരയുന്നെന്ന് നിഷാദ് എഴുതി വെച്ചിരിക്കുന്നു. അയാൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതടോ എന്ന് അശ്വന്ത് YIM എഴുതി വെച്ചിരിക്കുന്നു. എന്താടോ ഇതാണ് നിന്റെ മാധ്യമധർമ്മം, മനുഷ്യത്വമില്ലാത്ത മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ വൺ എന്നൊക്കെ വന്നിട്ട് നിസാർ നല്ല പറമ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെയായാലും ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, സങ്കടമുള്ളതാണ്. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് എന്നത് മാത്രമല്ല, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നുള്ള യാത്രയൊക്കെ സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ള നിമിഷങ്ങളാണ്. അതിലിങ്ങനെയൊക്കെ അപകടം സംഭവിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് ആണ്. കേരളക്കരയെ മുഴുവൻ ഷോക്ക് ആക്കിയ ഈ ഒരു വാർത്തയിലും മതം തിരയാൻ നടക്കുന്ന നികൃഷ്ട ജീവികൾ ഉണ്ട് എന്നുള്ള സംഗതി കൂടി മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരാവേണ്ടിയിരിക്കുന്നു. കൂടുതൽ നല്ല മനുഷ്യരാവുക തന്നെ വേണ്ടിയിരിക്കുന്നു. ബൈ.